അതെല്ലാം കെട്ടടങ്ങിപ്പോയ. അയ്യോ, അമ്മൂന്റെ ഒരു കാര്യം. അമ്മു ഇപ്പം തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പായിട്ട് കിടക്കാം, ഇങ്ങനെ ശ്മശാനം പോലെ. മനസ്സിലായ? അതാണ് ഈ മച്ച. നമ്മള് 50-100 ആൾക്കാരുണ്ടെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കരുത്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ വന്നെന്നിരിക്കാം, സ്വാഭാവികമായിട്ട് യൂട്യൂബ് തള്ളിവിടുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്നും പ്രതീക്ഷിക്കരുത്. എൻ്റെ ലൈവിൽ എന്നും 100 പേര് വരും, 50 പേര് വരും. ഒരിക്കലും പ്രതീക്ഷിക്കരുത്. 10 എങ്കിൽ 10, 5 എങ്കിൽ 5, 1 എങ്കിൽ 1. ഒരാളെങ്കിലും വന്നിട്ടുണ്ടോ? അത് നമ്മുടെ വിജയമാണ്. അത് ശ്രീനിവാസൻ ഇല്ലൊരു സിനിമ പറയുന്ന ഒരു ഇതാണ്. ഏതാണ്? മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ അവിടെ നിന്ന് പബ്ലിക്കിന് മുമ്പിൽ നിന്ന് മൈക്കിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യനും അത് കാണുന്നില്ല, കേൾക്കുന്നില്ല. പറഞ്ഞു തരാം. അത് എൻ്റെ മുന്നിൽ നല്ല ആൾക്കാർ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവിടെയൊക്കെ വിട്ടതാ. ഇപ്പോൾ അവരൊന്നും എൻ്റെ ലൈവിൽ വരാറില്ല, അവിടെ പോകും. അപ്പം ഇനി മച്ചാൻ പറഞ്ഞത് കേൾക്കില്ല. ഇനി പറ, മച്ചാൻ പറഞ്ഞത് സത്യമാണോ? ചിന്നു അല്ല, അമ്മ പറ. ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? സത്യമാണോ? ഞാൻ വെറുമ്പാക്കോ പറഞ്ഞാലെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒരാൾക്ക് മനസ്സിലായി, അമ്മൂന് മനസ്സിലായോ? അത് മതി. ഒരുപാട് പേര് കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, മച്ചാൻ പറഞ്ഞത് അന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഒരുപാട് ഒരു അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? അവർക്കറിയാം. നമ്മൾ നമ്മളായിട്ടിരിക്കുക. നമ്മൾ നമ്മളായിട്ടിരിക്കുക. ആരെയും പ്രതീക്ഷിക്കരുത്. എന്നെ ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞു വരേണ്ടതാണ്. ഞാൻ അമ്മുവിനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ആരെയും കാരണം എന്താ പറയുക, നിങ്ങൾ അറിഞ്ഞു വരുന്നവരാണ്. പിന്നെ നമ്മൾ വന്നോളൂ, തിരക്കാണെങ്കിലും വരത്തില്ലെങ്കിൽ പിന്നെ ഒരു സ്ഥലം വരും. ആ പ്രതീക്ഷ നമുക്കുണ്ട്. അതാണ് ഞാൻ അങ്ങനെ കിടക്കുന്നത്. ഇപ്പം മുമ്പ് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ലൈവില് 100-150 ആൾക്കാരുണ്ടായിരുന്നു ലൈവില്. പിന്നെ ആൾക്കാർ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വരാതെയായി. അപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ലൈവ് ഇരുന്ന് പറയും, ഇപ്പം എല്ലാവരും ലൈവ് ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറയണം. പക്ഷെ അതൊക്കെ നിർത്തി. ഞാനും അങ്ങനെ തന്നെയാണ് വെച്ചാൽ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. വരുന്നവർ വരട്ടെ, വരാത്തവർ വരട്ടെ, അത് മതി നമുക്ക്. ദാറ്റ്സ് എ പോയിന്റ്. അങ്ങനെ വേണം. ഒരാൾ വന്നോ, ഞാൻ വന്നോ, അത് നമ്മുടെ വിജയമാണ്. അത് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞൊരു പോയിന്റ്. അത് ലാലേട്ടൻ ചോദിക്കും, സാർ ഇത്രയും ഓരോ പ്രസംഗിച്ചിട്ട് ഒരു മനുഷ്യരത് കേൾക്കുന്നില്ല, കാണുന്നില്ല. ശ്രീനിവാസൻ പറഞ്ഞു, ആര് കേട്ടു എന്നല്ല, ഒരാളെങ്കിലും അത് എൻ്റെ പ്രസംഗം കേട്ടോ, അതെൻ്റെ വിജയമാണ് എന്നത് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ രണ്ടുപേരെ കുറിച്ച് മെസ്സേജ് വിട്ടുപോയാൽ എനിക്ക് സന്തോഷം. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ കരുതുന്നത്. അത്രയേ ഉള്ളൂ. കൂൾ, ചിൽ, അത്രയേ ഉള്ളൂ. ഇപ്പൊ അമ്മു എൻ്റെ ലൈവ് വന്ന് ഇത്രയേറെ സ്പെൻഡ് ചെയ്തു, ഞാൻ ഹാപ്പിയാ. കാര്യം അതേ കണക്ക് അമ്മുവിൻ്റെ ലൈവിൽ വന്നു. ഞാൻ കുറച്ചേരാണെങ്കിലും എൻ്റെ തിരക്കാണെങ്കിലും അതൊരു അമ്മുവിൻ്റെ വിജയമാണ്. കാര്യം ഒരാളെങ്കിലും വന്നു എന്ന് നമുക്കത്. 10 പേര് വരണമെന്നില്ല, വരുന്നവർ വരട്ടെ. എപ്പോഴും ഇങ്ങനെ താഴെത്തട്ടേക്കെന്ന് വിചാരിക്കുന്നില്ല, നമ്മൾ ഉയർന്നു വരുന്നു. ഇങ്ങനെ വേലിയേറ്റം പോലെ, വേലിയേറ്റം ഉണ്ടെങ്കിൽ വേലി ഇറക്കം ഉണ്ടാകും. കടലിലെ തിരമാല പോലെ ഇങ്ങനെ കരുതിയാൽ മതി. വരും പോകും. മനസ്സിലായ? ഇതെല്ലാം ഞാൻ ലൈവിലിരുന്ന പറഞ്ഞു.